ഹലോ കൂട്ടുകാരെ, നമ്മൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു പേഷ്യൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വെളിയിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു പേഷ്യൻറ്റിനെ കാണുന്ന സമയത്ത്, ഒരു പേഷ്യൻറ്റ് റിസീവ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ട് നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ആ പേഷ്യൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു എമർജൻസി ഒരു മാസ് കാഷ്വാലിറ്റി ഉണ്ടാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഏത് പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ വേണം, എങ്ങനെ പേഷ്യൻസിനെ പ്രയോറിറ്റിയുടെ ബേസിൽ കാറ്റഗറൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരെ തരംതിരിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള ടൈപ്പ് ഓഫ് കെയർ, എമർജൻസി കെയർ, അർജൻറ്റ് കെയർ, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടുള്ള ഒരു കെയർ ഒക്കെ എന്നുള്ള രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് പ്രൈമറി അസസ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു ഇനീഷ്യൽ അസസ്മെൻറ്റ് വരുന്ന ABCDE അസസ്മെൻറ്റ്. നമുക്ക് എന്താണ് ഈ ഒരു ABCDE അസസ്മെൻ്റ് എന്ന് നോക്കാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ ഇത് യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെ നോക്കാം. ABCDEയിൽ ആദ്യം വരുന്നത് എയർവേ ആണ്. എയർവേ പാറ്റൻ്റ് ആണോ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റഡ് ആണോ എന്നുള്ള കാര്യം ആദ്യം നോക്കണം. എയർവേ പാറ്റൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പേഷ്യനോട് സംസാരിക്കുക, പേരെന്താണെന്ന് ചോദിക്കുക, എന്താ പറ്റിയെന്ന് ചോദിക്കുക. ഇതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുകയാണ്, പ്രോപ്പറായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ എയർവേ പാറ്റൻ്റ് ആണ് എന്നാണ് മീനിങ്. ഇനി ഇപ്പോൾ ഒബ്സ്ട്രക്റ്റഡ് ആണ് എങ്കിൽ അത് ഒന്നുകിൽ കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ ആവാം, അല്ലെങ്കിൽ പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ ആകാം. പാർഷ്യൽ ഒബ്സ്ട്രക്ഷനിലാണെങ്കിൽ അവിടെ ചില സൗണ്ട്സ് ഉണ്ടാവും, ഗേർഗ്ലിംഗ് പോലുള്ള, സ്നോറിങ് പോലുള്ള, സ്ട്രൈഡേഴ്സ് പോലുള്ള സൗണ്ട്സ് ഉണ്ടാവും. സോ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പാർഷ്യലി ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള എയർവേക്ക് നമുക്ക് എയർവേ അഡ്വാൻസ് യൂസ് ചെയ്യാം. അതായത് OPA, NPA, അല്ലെങ്കിൽ സുപ്രാഗ്ലോട്ടിക് ഡിവൈസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോഴ് ഗേർഗ്ലിംഗ് ആണ് എങ്കിൽ എന്തെങ്കിലും സെക്രീഷൻസ് ഒക്കെ കാണാനായിരിക്കും ഉണ്ടാകുന്നത്, സോ സക്ഷൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോഴ് സ്ട്രൈഡേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെഡ് പൊസിഷൻ ചെയ്ത് കൊടുക്കാം. അത് ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ് മെത്തേഡ്, ജോക്ലസ് മെത്തേഡ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ലാസ്റ്റത്തേതെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് എയർവേ ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇൻറ്റുബേഷനിലേക്ക് വരെ പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് എത്താവുന്നതാണ്. ഇനി ബ്രീത്തിങ് ആണ്. റെസ്പിറേറ്ററി റേറ്റ്, ടെക്കിപ്നി ഉണ്ടോ, ബ്രീഡിപ്നി ഉണ്ടോ, ഒരു 30 എബോവ് ഒക്കെ ബ്രീത്തിങ് റേറ്റ് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, റെസ്പിറേറ്ററി എഫേർട്ട്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണോ ബ്രീത്ത് എടുക്കുന്നത്, പിന്നെ ആക്സസറി മസിൽസ് ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട്, റെസ്പിറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടോയെന്ന്. ആക്സസറി മസിൽസ് നമ്മുടെ ഈ കഴുത്തിൻ്റെ സൈഡിലുള്ള മസിൽസ്, പിന്നെ സ്റ്റേർണൽ സൈഡിലൊക്കെയുള്ള മസിൽസൊക്കെ ബ്രീത്തിങ് എടുക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് വലിഞ്ഞു പോകും, പുറത്തേക്ക് വരും ചെയ്യുന്നതൊക്കെ നമുക്ക് ആക്ച്വലി കാണാൻ സാധിക്കും പേഷ്യൻസിലൊക്കെ. പേഷ്യൻ്റ് അഡിക്വേറ്റ് ആയിട്ടുള്ള ചെസ്റ്റ് റൈസ് ഉണ്ടോ, SpO2 എത്രയാണ്, പിന്നെ സൗണ്ട്സ്, അബ്ഡോമിനലായുള്ള ബ്രീത്തിങ് സൗണ്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി ഇതിൽ സൈനോസിസ് ഒക്കെ ഉണ്ടോ എന്നും കൂടി നോക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹൈ ഫ്ലോ ഓക്സിജൻ പേഷ്യൻറ്റിന് കൊടുക്കാവുന്നതാണ്. പല ഓക്സിജൻ അഡ്മിനിസ്ട്രേറ്റിംഗ് ഡിവൈസസ് ഉണ്ട്. ഇപ്പോഴേ കുറച്ച് ആവശ്യമുള്ളൂവെങ്കിൽ നാസൽ കാനില, അല്ലെങ്കിൽ ഓക്സിജൻ മാസ്ക്, പിന്നെ നോൺ ബ്രീത്തബിൾ മാസ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. ഇനി ഇപ്പോഴ് അടുത്തത് സർക്കുലേഷൻ Cയിൽ വരുന്നതാണ്. പേഷ്യൻ്റെ കാപ്പിലർ റീഫിൽ ലെസ് ദാൻ 2 സെക്കൻഡ് ആണോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 2 സെക്കൻഡ് ആണോ എന്ന്. നോർമലായിട്ടുള്ളത് ലെസ് ദാൻ 2 സെക്കൻഡ് ആണ്. നമ്മൾ നെയിൽ ബെഡ് കംപ്രസ് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുമ്പോൾ ആ ഒരു ചുമപ്പ് കളർ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് കാപ്പിലർ റീഫിൽ ടൈം. പിന്നെ പേഷ്യൻ്റെ എക്സ്ട്രിമിറ്റീസ് കോൾഡ് ആണോ, വാം ആണോ, എന്തെങ്കിലും കളർ ചേഞ്ചസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ഇതിൻ്റെ കൂടെ ഹേർട്ട് റേറ്റ്, പൾസ് എങ്ങനെയുണ്ടെന്ന് നോക്കുക, BP എത്രയുണ്ടെന്ന് നോക്കുക. ഇതിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ സൈൻസ് ഓഫ് ഷോക്കാണ്. ഇപ്പോഴും പെരിഫറീസ് കോൾഡ് ആണ്, പിന്നെ ഈ ഒരു കാപ്പിലർ റീഫിൽ ടൈം എക്സ്റ്റെൻഡ് ആവുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷോക്കിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ഡിസബിലിറ്റി ആണ്. ഇതിൽ ആക്ച്വലി നോക്കുന്നത് നമ്മൾ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ആണ്. അതായത് AVPU സ്കോറും GCS സ്കോറും. GCS സ്കോറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ റീസെൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യും. AVPU സ്കോറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സിംപിളാണ്. GCSനെ കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റും പേഷ്യൻ്റ് അലേർട്ട് ആണോ, അല്ലെങ്കിൽ നമ്മൾ വേർബൽ സൗണ്ട്സിന് റെസ്പോൺസീവ് ആണോ, അല്ല നമ്മൾ പെയിൻ അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്ന സമയത്ത് അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അല്ല ഇതൊക്കെ കൊടുത്തിട്ടും റെസ്പോണ്ട് ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അൺറെസ്പോൺസീവ് ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് AVPU സ്കോറിൽ നോക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ GRBS കൂടി നോക്കും. ഡിസബിലിറ്റിയിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് പ്യൂപ്പിൾസ് റിയാക്ടിങ് ടു ലൈറ്റ് ആണോ, ഫിക്സ്ഡ് ആണോ, ഡയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ, എത്ര പ്യൂപ്പിൾ സൈസ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ, 2mm 3mm ഒക്കെ നോർമലാണ്, അല്ല ഡയലേറ്റഡ് ആയിട്ട് ഫിക്സ്ഡ് ആയിട്ടാണോ പ്യൂപ്പിൾസ് ലൈറ്റ് കൊടുക്കുമ്പോഴും ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസബിലിറ്റിയിൽ അസസ് ചെയ്യണം. ആക്ച്വലി GRBS നമ്മളൊരു അൺറെസ്പോൺസീവ് പേഷ്യൻറ്റിന് പൾസും റെസ്പിറേഷൻ ഉണ്ടെങ്കിൽ ആദ്യം നോക്കുന്നത് GRBS ആയിരിക്കും. ഇനി അവസാനമായിട്ട് വരുന്നത് ഈ എക്സ്പോഷർ. ഇതിൽ ആദ്യം വരുന്നത് ബോഡി ടെമ്പറേച്ചർ ആണ്.
ചിലപ്പോൾ പേഷ്യൻ്റ് ഹൈപ്പോതേർമിക് ആയിരിക്കാം അല്ലെങ്കിൽ ഹൈപ്പർതേർമിക് ആയിരിക്കാം. എപ്പോഴും നമ്മൾ യൂതേർമിക് ആയിട്ടുള്ള നോർമൽ ഒരു ബോഡി ടെമ്പറേച്ചറിൽ പേഷ്യനെ കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഹൈപ്പോതേർമിക് ഒക്കെ ആണെങ്കിൽ നമ്മൾ വാമേഴ്സും ബ്ലാങ്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് പേഷ്യൻ്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഹൈപ്പർതേർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ട മെഷേഴ്സ് എടുക്കണം. ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ട്രോമ കേസസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾ ഇഞ്ചുറീസ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ബോഡി മുഴുവനായിട്ട് എക്സ്പോസ് ചെയ്തിട്ട് ഇഞ്ചുറീസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഹെഡ് ഇഞ്ചുറീസ് ആയിക്കോട്ടെ, ലോങ് ബോൺ ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ ഫുൾ ബോഡിയിലുള്ള ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇനിയിപ്പോഴും നമ്മളിപ്പോഴും നോക്കിയത് ABCD ഈ അസസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, അസസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഇൻ്റർവെൻഷൻസ് ഒക്കെയാണ് അല്ലേ. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു പേഷ്യനെ സമീപിക്കുന്ന സമയത്ത് ABCD ഈ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് മാത്രമേ അത് ഇൻ്റർവെൻഷൻസിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എ നോക്കി മാനേജ് ചെയ്യാൻ പോയി, പിന്നെ അടുത്തത് നോക്കി അടുത്തത് മാനേജ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിട്ടും. സോ ക്വിക്കായിട്ട് ABCD അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിലേക്ക് കടക്കുക. എമർജൻ്റ് ആയിട്ടുള്ള കേസസ് ഒക്കെയാണ് എങ്കിൽ ഒരാൾ ഈ ഒരു ABCD അസസ്മെൻറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ മറ്റൊരാൾ ഇതിൻ്റെ ഇൻ്റർവെൻഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മൾ ഇപ്പോഴും ഒരു A ചെയ്തു, എയർവേ നോക്കി, എയർവേയുടെ പുറകെ പോയി, B നോക്കി, അതിൻ്റെ പുറകെ പോയി, അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ മിസ്സാവാനുള്ള ചാൻസസ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാതെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ABCD അസസ്മെൻറ്റ് ഫസ്റ്റ് ഫുള്ളായിട്ട് ചെയ്യണം. ഇനി ഇത് ചെയ്ത് ഇതിൻ്റെ ഇൻ്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ റീ അസസ്മെൻറ്റ് കൂടി ചെയ്യണം. റീ അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും ABCD ഈ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. എന്നിട്ട് എന്തൊക്കെ ഇമ്പ്രൂവ് ആയി, എന്തൊക്കെ ഇമ്പ്രൂവ് ആവാൻ ബാക്കിയുണ്ട്, ഇമ്പ്രൂവ് ആവാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ സെക്കൻഡറി അസസ്മെൻറ്റിലേക്കാണ് കടക്കുന്നത്. സെക്കൻഡറി അസസ്മെൻറ്റ് പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.